സോ ഇതാണ് വെറും 1499 രൂപ പ്രൈസ് റേഞ്ചിൽ ബോൾട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന അവരുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ബോൾട്ടിൻ്റെ ട്രയൽ പ്രോ സ്മാർട്ട് വാച്ച്. ഇന്നത്തെ ഈ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ബോൾട്ട് ട്രയൽ പ്രോൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ക്രൗൺ കൊടുത്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ 2 സ്ട്രാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. സിലിക്കോൺ സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ചെയിൻ സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചെയിൻ സ്ട്രാപ്പ് കുറച്ചും കൂടി പ്രീമിയം ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്ട്രാപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ചെയിൻ സ്ട്രാപ്പാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സിൽവർ കളർ ഉണ്ട്, ബ്ലാക്ക് കളറും ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് കയ്യിലിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിലിക്കോൺ സെലക്ട് ചെയ്യാം. സോ അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ 2 സ്ട്രാപ്സ് നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ബിൽഡ് ക്വാളിറ്റി 1499 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം 2.1 ഇഞ്ചിന്റെ 3D കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. സോ നല്ല ക്വാളിറ്റിയും നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ. നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ അല്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം 1500 രൂപ അല്ലെങ്കിൽ 1800 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കേണ്ടതൊന്നും വേണ്ട. പക്ഷേ നോർമൽ ഒരു ആമോലെഡ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഡീപ്പ് ബ്ലാക്സ് ആണ്. ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നല്ല ക്വാളിറ്റിയാണ് കിട്ടുന്നുള്ളത്. ബോൾട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത് ക്രൗൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ഒരു ക്രൗൺ മൾട്ടി ഫംഗ്ഷനിലാണ്. സോ നമുക്ക് മെനു ഓപ്ഷൻസ് അല്ലെങ്കിൽ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ക്രൗൺ ഉപയോഗിക്കാൻ പറ്റും. സോ മൾട്ടി ഫംഗ്ഷനിലായിട്ടുള്ള ഒരു ക്രൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ടിൽറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ഒരു ചീപ്പ് ക്വാളിറ്റി അല്ല ഫീൽ ചെയ്യുന്നത്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടാക്ടൈൽസ് ഒക്കെ നല്ല രീതിക്ക് എടുത്തറിയാൻ പറ്റും. സോ നല്ല ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. സോ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അല്ല ഒരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും കൂടി അതിൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല കണക്ടിവിറ്റിയാണ്. സോ 10 മീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. സോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, അങ്ങനെ കണക്ടിവിറ്റിയുടെ ഒരു മേജർ പ്രശ്നങ്ങളോ ഒന്നും നേടിയിട്ടില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സോഫ്റ്റ്വെയർ അത്യാവശ്യം സ്മൂത്താണ്. ഭയങ്കരമായ സ്മൂത്ത് എന്നല്ല, പക്ഷേ സ്മൂത്താണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണക്ടിവിറ്റിയും കിട്ടുന്നുണ്ട്. 5.3 ആണ് കൊടുത്തിട്ട് ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് ഇൻറ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഒന്നും കണക്ടിവിറ്റിയുടെ ഡ്രോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നേരിട്ടിട്ടില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ SpO2, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഫീമെയിൽ മെൻസ്ട്രുവൽ സൈക്ലിങ്ങിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത്യാവശ്യം ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത് വേണ്ട മിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 120 പരം സ്പോർട്സ് മോഡ്സും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സ്പോർട്ട് മോഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല, ആ ഒരു SpO2 പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ബോൾട്ടിൻ്റെ ഫിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ സ്പോർട്സ് മോഡ്സിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബോൾട്ടിൻ്റെ ഫിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിലുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബോൾട്ട് ഫിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വാച്ച് ഫേസസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 250 പരം വാച്ച് ഫേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല നല്ല വാച്ച് ഫേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള വാച്ച് ഫേസസ് അല്ല, നല്ല ആനിമേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് അടക്കം വരുന്നുണ്ട്. സോ ബോൾട്ട് ഫിറ്റ് ആപ്പ് വഴി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ്റെ ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, വെള്ളത്തിലൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അതൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വെള്ളത്തിൽ മുക്കി ഉപയോഗിക്കണം എന്നല്ല, ഫീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. കോൾ ചെയ്യുന്ന സമയത്ത് സ്പീക്കേഴ്സ് ആണെങ്കിലും മൈക്സ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൾ ക്വാളിറ്റി ഇല്ലാത്ത സ്പീക്കേഴ്സോ അല്ലെങ്കിൽ മൈക്സോ അല്ല കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റിയും ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ബാറ്ററിയിൽ ഡ്രോപ്സോ കുറേ വട്ടം ചാർജ് ചെയ്യേണ്ട പ്രശ്നമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഞാനിപ്പോൾ ചാർജ് ചെയ്തിട്ട് തന്നെ 4-5 ദിവസമായി. യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഭയങ്കര ബാറ്ററി ഡ്രോപ്പിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നത്. കാരണം ഇതിൽ 3 മടങ്ങ് എക്സ്ട്രാ ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. സോ നോർമൽ സ്മാർട്ട് വാച്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോൾട്ട് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ബാറ്ററി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാറ്ററിൻ്റെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഫൈനലി ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസിങ്ങിലൂടെ നമുക്ക് വരാം. 1499 രൂപയാണ് സിലിക്കോൺ സ്ട്രാപ്പുള്ള ഈ ഒരു ബോൾട്ടിൻ്റെ ട്രയൽ പ്രോ സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതോടൊപ്പം തന്നെ ബോൾട്ടിൻ്റെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സിലിക്കോൺ സ്ട്രാപ്പിൽ ബ്ലാക്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെയിൻ സ്ട്രാപ്പ് അല്ലെങ്കിൽ മെറ്റൽ സ്ട്രാപ്പ് ആവശ്യമുണ്ടെങ്കിൽ 1600
1699 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 200 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു മെറ്റാലിക് ഫ്രെയിമിനോടൊപ്പം തന്നെ മെറ്റൽ സ്ട്രാപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ ചെയിൻ സ്ട്രാപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പ്രീമിയം ഫിനിഷിന് വേണമെന്നുണ്ടെങ്കിൽ 200 രൂപയുടെ കൂടുതൽ ഡിഫറൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു സിലിക്കോൺ സെലക്ട് ചെയ്താലും അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ബോൾട്ടിൻ്റെ വെബ്സൈറ്റിലോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ബൈ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.